ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് തികച്ചും പ്രകൃതിദത്തമായിട്ട് നമ്മുടെ തലമുടി എങ്ങനെ കറുപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിനായിട്ട് വേണ്ട നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലൊന്ന് നെല്ലിക്ക ഉണങ്ങിപ്പൊടിച്ചതിൻ്റെ നെല്ലിക്കാപ്പൊടി, രണ്ടാമത് നീലമിരിയുടെ പൊടി, മൂന്നാമത് അലോവേരേൻ്റെ ജെല്ലി. ഇത് 3 ഐറ്റമാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതാണ് കേട്ടോ നമ്മുടെ നീലമിരി. ഈ നീലമിരിൻ്റെ ഇലയാണ് നമ്മൾ ഉണങ്ങിപ്പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. കാണിച്ചു തരാം നീലമിരി. ഇത് ഇപ്പം ഇവിടെ മൊത്തം നീലമിരിയാണ് നമ്മൾ നട്ടേക്കുന്നത്. ഇതെന്താ, ഇതാണ് നീലമിരി. ഇതിൻ്റെ ഇതുണ്ട്. ഇതിൻ്റെ ഓരോ ഇലയും നമ്മൾ ഇതാക്കിയെടുത്ത് ഉണങ്ങി പൊടിച്ചെടുക്കും നാച്ചുറലായിട്ട്. ഇത് ആയുർവേദ മരുന്ന് ഷോപ്പിലും വാങ്ങാൻ കിട്ടും കേട്ടോ. നീലമിരിൻ്റെ പൊടിയും നെല്ലിക്ക പൊടിയും വാങ്ങാൻ കിട്ടും. ഇത് കണ്ട, ഈ നെല്ലിക്കയാണ് നമ്മൾ പറിച്ച് ഇതിനെടുക്കുന്നത്, ഉണങ്ങി പൊടിച്ച്. ഇതാണ് ഇപ്പം നെല്ലിക്ക തീർന്ന് നമ്മൾ നേരത്തെ ഉണങ്ങി പൊടിച്ച് വെച്ച നെല്ലിക്കപ്പൊടി ഉണ്ട്. അതായത് കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു കൂട്ട്. കണ്ടോ, നല്ല ചെറിയ കാട്ടു നെല്ലിക്കയാണ് വേണ്ടത്. ഇത് കാട്ടു നെല്ലിക്കയാണ്, നല്ല നെല്ലിക്കയാണ്. ഇതാ, ഇത് നമ്മൾ ഉണങ്ങി പൊടിച്ച് വെച്ച നീലമിരിൻ്റെ പൊടിയാണ്. വേനൽക്കാലത്ത് ഉണങ്ങി പൊടിച്ച് വെച്ചാൽ ഇനിയിപ്പം ഇത്ര ഉള്ളൂ, ബാക്കി എടുത്ത് തീർന്നാണ്. ഇത് നെല്ലിക്കയുടെ പൊടി. ഇത് നമ്മൾ ഉണങ്ങി പൊടിച്ച് വെച്ചിരുന്നതാണ്. ഇനി വേണ്ട സാധനം നമുക്ക് അലോവേരയാണ്. അലോവേര കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിലത്തെ തണ്ടുകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കട്ട് ചെയ്തെടുത്തതാണ്. നമുക്ക് ഇത് 2 തണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഏറ്റവും ഔഷധഗുണം കൂടുതലുള്ള അലോവേരയാണ്. ഇതുണ്ട്, ഇതിൻ്റെ ജെല്ലി റെഡ് കളർ ജെല്ലിയാണ്. ഇതല്ല, അലോവേര തന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു 2 കണ്ട് നമുക്ക് ഏറ്റവും അടിയിലത്തെ മതി, ഏറ്റവും പോകാറായ ഇത്. അലോവേര ഇതിനു വേണ്ടി തന്നെ നമ്മൾ നട്ട് വെച്ചേക്കുന്ന 1, 2, 3, 4 വലുതുണ്ട്. പിന്നെ ഇതാ ഇതിൻ്റെ വീട്ടിലൊക്കെ കുട്ടികൾ ആയി വരുന്നുണ്ട്. എന്താ, ഇനി നമുക്കിത് ചെയ്യുന്നതെന്നു വെച്ചാൽ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി വേണം. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ നമ്മളിത് റെഡിയാക്കിയിട്ട് ഇന്നിപ്പോൾ വെച്ച് നാളെ രാവിലെ നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ച് അത് ഉണങ്ങി കഴിഞ്ഞ് കഴുകിക്കളയാണ് ചെയ്യുന്നത്. കഴുകി പിടിപ്പിച്ചതാണ്. ഇരിക്കാം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കെമിക്കൽ ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മുടെ തലയ്ക്ക് തന്നെ ദോഷമാണ്. ഇതാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. കുറച്ച് പണിയുണ്ട്. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നവർ നമുക്ക് പെട്ടെന്ന് കലക്കി തേക്കാൻ പറ്റില്ല. ഇതൊരു കുറച്ച് പണിയുണ്ട്. എങ്കിലും നമ്മുടെ തലയ്ക്ക് എപ്പോഴും സുരക്ഷിതമായിരിക്കും. ഒരു സ്പൂൺ വരെ എടുത്തിട്ട് പൊടി വെക്കാനുണ്ട്.
കറ്റാർവാഴേൻ്റെ ജെല്ലി ഇതാ നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് തുല്യ അളവിൽ നെല്ലിക്കാപ്പൊടിയും അതുപോലെ നീലമിരി ഉണങ്ങിപ്പൊടിച്ചതും തുല്യ അളവിൽ ചേർക്കാം. അതായത് ശരിക്കും മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെയാണുള്ള. നാളെ രാവിലത്തേക്ക് ഇത് നല്ല ഇതായിക്കിട്ട് നമുക്ക് കല്ല് തേക്കാനുള്ള പരുവത്തിനായിക്കിട്ട് കാണിച്ചു തരാം നാളെ കേട്ടോ. ഇതാ ഇത് ഇന്നിനിയിപ്പം നമ്മൾ ഇങ്ങനെ വെക്കുകയാണ്. ഇതിനിപ്പം ബാക്കി പരിപാടി നാളെയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്നലെ തയ്യാറാക്കി വെച്ച അലോവേരേൻ്റെ ജെല്ലിയും നെല്ലിക്കാപ്പൊടിയും നീലമരിയുടെ പൊടിയും കൂടെ ഇതാ നമ്മൾ ഇന്നലെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ മിക്സാക്കി വെച്ചതാണ്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളർ തന്നെ നല്ല കരികര കറുപ്പ് കളറായി. ഇതുണ്ടോ? ഇത് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത നല്ല ഫുൾ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് തലമുടി കറുപ്പിക്കാൻ. ഇതിന് എങ്ങനെയാണ് തയ്യൽ പറ്റുന്നതെന്ന് ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഇതാ ഒരു ബ്രഷ് എടുക്കുക. ഒരു ബ്രഷിലേക്ക് ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇതാ മുടി ഇതാ കണ്ട നരച്ച് വെളുത്ത് പഞ്ഞിക്കെട്ട് പോലെയുള്ള മുടിയിലേക്കാണ് അത് തേക്കുന്നത്. ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ശരിക്ക് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ടൊരു 2-3 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാം. കഴുകിക്കളഞ്ഞാൽ നമ്മുടെ മുടി ഇത് സ്വാഭാവികമായിട്ടുള്ള കളറ് വരുന്നതാണ്. അതുപോലെ മുടി വളരും. പിന്നെ ഇനി വരുന്ന മുടികൾക്ക് ഇതേ രീതി കളർ വന്നുകൊണ്ടിരിക്കും. ഇതൊരു 15 ദിവസം ഇടവിട്ട് ചെയ്യുമെങ്കിൽ എത്ര നല്ലതാണ്. നമുക്കൊരു 5-6 മാസം കൊണ്ട് മുടി പൂർവ്വസ്ഥിതിയിലാവും. പിന്നെ നമുക്ക് അങ്ങനെ ഇത് ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല. കുറച്ച് മെനക്കേടും കുറച്ച് കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. അന്നേരം പിന്നെ നമുക്ക് വേറൊരു ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുകയില്ല. ഇത് നമുക്ക് തികച്ചും ആരോഗ്യപരമായ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണിത്. ഇനിയിപ്പം ഇതുപോലെ കൂടുതൽ അറിവിൻ്റെ വീഡിയോയുമായിട്ട് ഇനിയും വരാം. എല്ലാവരും സഹകരിക്കുക, എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.